ഞാൻ അവസാനം ബഷീറിനോട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ, കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എത്രത്തോളം ഈ ഒരു പ്രശ്നത്തിൻ്റെ അപകടം, മുൻപില്ലാത്ത വിധത്തിലുള്ള അപകടം അത് മനസ്സിലാക്കുന്നുണ്ട്, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം ഈ വിഷയത്തിൽ അത്രത്തോളം ഗൗരവത്തോടെ ഇടപെടുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSS മേധാവിയെ പോയി കണ്ടു, അല്ലെങ്കിൽ RSSൻ്റെ ഉപമേധാവിയെ പോയി കണ്ടു എന്ന വിഷയം പോലും, അതിൻ്റെ ഒരു എന്താണ് അതിൽ യാഥാർത്ഥ്യം എന്നതുപോലും പുറത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഇതിനെ മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ UDFൻ്റെ ചരിത്രത്തിലും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഹെഡ്ലെസ്സായ അവസ്ഥ, ഒരു തലയില്ലാത്ത അവസ്ഥ, ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരു ഈക്വൽ പൊസിഷനിൽ വന്ന് നിൽക്കുന്ന അവസ്ഥ UDFും കോൺഗ്രസും അഭിമുഖീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ MR അജിത് കുമാറിൻ്റെയൊക്കെ പ്രശ്നം വളരെ സ്ട്രോങ് ആയിട്ട് സതീശൻ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു തുടക്കത്തിൽ. പക്ഷേ അതിന് ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല. തുടർന്ന് അങ്ങോട്ട് അത് അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സതീശന് പറ്റുന്നില്ല. കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമുള്ള പ്രശ്നം ചുരുങ്ങിയത് 4-5 സ്റ്റേക്ക് ഹോൾഡേഴ്സ് അടുത്ത മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഒരു 4 പേരെങ്കിലും ഏതാണ്ട് ഒരു ഈക്വൽ പൊസിഷനിൽ ഇങ്ങനെ മുന്നേറുകയാണ്. അതിൽ ഒരാൾക്ക് ഒരു ലീഡർഷിപ്പ് റോള് കിട്ടിയാലല്ലേ അയാൾക്കിത് സ്വന്തം ഒരു 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 ഇച്ഛാശക്തിയോടുകൂടി ഇത് മുന്നോട്ടുണ്ടാകാൻ പറ്റുക. അത് കോൺഗ്രസിനകത്ത് കിട്ടുന്നില്ല. സതീശനാണ് അതിന് ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് പിറകിൽ നിന്ന് വലിക്കാനുള്ള പ്രവണതകളുണ്ട്. മുമ്പില്ലാത്തൊരു ക്രൈസിസ് ഈ KC വേണുഗോപാൽ കേന്ദ്രത്തിലുണ്ട് എന്നതാണ്. KC വേണുഗോപാലും കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. ഒരു അദ്ദേഹവും അതിൽ ഉന്നയിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അവകാശം ഉന്നയിക്കുന്നുണ്ട്. ഇതായിരിക്കണം സ്റ്റേറ്റ് ലീഡേഴ്സിൽ നിന്ന് ഒരാൾ പോലും ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഇതിലേക്ക് കയറി വരുന്നില്ല. രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, സുധാകരനുണ്ട്, ഈ അടുത്ത കാലം വരെ തരൂർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തിന് വളരെ ഒരു ഒറ്റ നിര എന്ന മട്ടിൽ വളരെ ശക്തിയോടുകൂടി ഈ ഭരണപക്ഷത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നയിക്കാനുള്ള അങ്ങനൊരു കപ്പാസിറ്റി ഇല്ലാത്ത വിധത്തിൽ അത് നേതൃദാരിദ്ര്യമെന്നല്ല, യഥാർത്ഥത്തിൽ സർപ്ലസാണ് നേതൃത്വം. കുറേ അധികം നേതാക്കന്മാരുള്ളതും അതേസമയം അതിനൊരു തലയില്ലാതാകുന്നു എന്ന അവസ്ഥയാണ് പ്രതിപക്ഷം നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ പ്രശ്നവും വേറൊരു നിലക്ക് കൈകാര്യം ചെയ്താൽ വേണമെങ്കിൽ ഒരു ധാർമ്മികമായ അപ്പർ ഹാൻഡ് പിടിക്കാമായിരുന്ന പ്രശ്നത്തെ അവർക്കിടയിൽ ഗ്രൂപ്പിസമായി തീർന്നു. അതിൽ ഓരോ നേതാക്കളും അവരവരുടെ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ അടൂർ പ്രകാശ് പോലും ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല, കഴിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ നമ്മൾ സമീപകാലത്ത് കണ്ട തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ക്ഷുദ്രമായ വിഷയങ്ങളെ ചുറ്റിപ്പറ്റി നടത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി തീരാനാണ് സാധ്യത. പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു അവസ്ഥയാണ് അതിന് പ്രധാന കാരണം.